നമ്മൾ ഇങ്ങനെ ചിരിച്ച് അല്ലെങ്കിൽ വളരെ ഇതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വേറൊരാൾക്കാണ് ഇത് സംഭവിച്ചത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു അവസ്ഥ വേറെയാണ്. തീർച്ചയായിട്ടും അപ്പൊ അനുഭവിക്കുന്ന മെന്റൽ പ്രഷർ ഞാൻ പറയുന്നത് നമ്മുടെ ഫാമിലിനെയൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കില്ലേ. ഇപ്പം എന്നെ കൺവിൻസ് ചെയ്യിക്കണം അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കണം എന്നൊക്കെ അങ്ങനത്തെ ഒരു സംഗതിയെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് വന്നിട്ടില്ല. കാര്യം ഇപ്പൊ ഈ ഒരു സംഭവം നമ്മൾ അറിയുമ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലാണുള്ളത്, അവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ആദ്യമേ അമ്മയുടെ അടുത്താണ് ഞാൻ ഇത് പറയണത്. കാര്യം അവിടെ ഉത്സവം നടക്കുന്നുണ്ട്, ആരും മൊബൈലൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ എന്നെ വിളിച്ചു പറയണത് നമ്മുടെ ഒരു സുഹൃത്താണ്, എടാ ഒന്ന് നോക്കണം, ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ട്. അപ്പം എനിക്കത് വെച്ചാൽ എന്താണിത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് സംഗതി എന്നുള്ളത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടനെയും ചേച്ചി ഒക്കെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് രഞ്ജിത്ത് പറഞ്ഞു, അത് പോട്ടെ, അത് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് അഡ്വക്കേറ്റ് അവൾ വിളിച്ചു, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരാണ്.